ഇത് നമ്മുടെ നാട്ടിലും നമുക്ക് ഇതാക്കാവുന്ന കാര്യമാണല്ലോ അല്ലേ? ഒരു ഷോപ്പ് തുറന്നു വെച്ചിട്ട് ഉപകാരപ്പെടും. അതെ അതെ അതെ, ആ പൈസ എടുത്ത് ചാരിറ്റിക്കും കൊടുക്കല്ലേ. അങ്ങനെ നമ്മൾ സാന്റപ്പൻ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സാന്റപ്പൻ സാന്റപ്പനും ഞാനൊന്നും ഒരു വിലസലുണ്ട്, വിലസാണ് കിച്ചണിൽ കേട്ടോ. സുഹൃത്തുക്കളെ ആരും വിഷമിക്കണ്ട കേട്ടോ. ഇവിടെ വന്നാല് സാധനങ്ങൾ ഇവിടെ ഉണ്ട്, കണ്ടില്ല നിങ്ങൾ? അതാ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാതന്ത്ര്യം വരെ എപ്പ തന്നോ അന്ന് മുതൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഇവിടെയും നമുക്ക് സ്വാതന്ത്ര്യം തന്നിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവന് ആഫ്രിക്കയിൽ പോയിട്ട് കറുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഫുൾ ആഫ്രിക്കനാട്ടോ, ഫുൾ ആഫ്രിക്കനാ. ഞാൻ ഏതായാലും പറയുന്നില്ല, ഒന്ന് ചെരിഞ്ഞിക്ക് എന്താല്ലേ. പക്ഷെ ഇതേപോലത്തെ സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇവരുണ്ടാക്കിയത്. നമസ്കാരം, എന്താണ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് സ്കോട്ട്ലാൻഡിന്റെ പ്രധാന ഒരു സ്ഥലത്തേക്കാട്ടോ. കഷ്ടപ്പെട്ട് സ്റ്റെപ്പുകളൊക്കെ കയറിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്കോട്ട്ലാൻഡിന്റെ കൊടി കേട്ടോ. ഇതൊരു രാജ്യമായിട്ടും ആൾക്കാർ കണക്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പല ആൾക്കാരും ഇതൊരു രാജ്യം തന്നെയാണ് എന്ന് പറയുന്നു. അതായത് UK പാസ്പോർട്ടിൽ 4 രാജ്യങ്ങൾ കൂടിയതാണ് UK എന്ന് പറയുന്നുണ്ട്. വെയിൽസ്, പിന്നെ അയർലൻഡ്, UK, അതേപോലെ സ്കോട്ട്ലാൻഡ്. അങ്ങനെ 4 എണ്ണം കൂടിയതാണ് മൊത്തത്തിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നു. ഇത് 4 രാജ്യങ്ങളാണെന്നും പറയുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ 70ാമത്തെ രാജ്യത്താണ്, അങ്ങനെ അല്ലെങ്കിൽ 69 രാജ്യം. ഇവിടുത്തെ കാഴ്ചകളെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വ്യൂ കാണിച്ചു തരികയാണ്. ഓക്കെ, ശരിക്കും കണ്ടോളിട്ടോ, നടന്ന് ഓടി കാണിക്കണം. ഈ ഒരു സായം സന്ധ്യയിൽ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഞാൻ പറഞ്ഞില്ലേ, വരുമ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കൺകുളിർക്കുന്ന കാഴ്ചകൾ എനിക്ക് തരാൻ പറ്റുമെന്ന്. കണ്ടില്ലേ എന്താണിത്? വൗ, ഒരു രക്ഷയില്ല കേട്ടോ. എത്ര ഫോട്ടോസ് എടുത്താലും മതി വരില്ല, ഫോണ് ഫുള്ളായി പോകുന്ന എനിക്ക് തോന്നുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കളിക്കാട്ടോ എല്ലാവരും. എല്ലാവരുടെ കയ്യിലും ക്യാമറയാണ്. ക്യാമറ ഇല്ലാത്ത ഒരാളും ഇവിടേക്ക് കടന്നു പോകരുത് സുഹൃത്തുക്കളെ. നിങ്ങളോട് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആരെങ്കിലും UK വരുന്നുണ്ടെങ്കിൽ, പല ആൾക്കാരും ലണ്ടനിൽ വന്ന് പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും മുമ്പൊക്കെ 6 പ്രാവശ്യം ടോട്ടൽ ഞാൻ ലണ്ടനിൽ വന്നു, ഇത് 7ാമത്തെ പ്രാവശ്യമാണ്. പക്ഷേ ഈ 6 പ്രാവശ്യവും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഈ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയത് വലിയൊരു കാഴ്ചയായിട്ടാണ്, വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ സംഭവം, ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. ഇപ്പോഴും ഇത് കറക്റ്റ് നിർത്തി. നമ്മൾ പഴയ ലണ്ടൻ യാത്രയിൽ, കഴിഞ്ഞ പ്രാവശ്യത്തെ ലണ്ടൻ യാത്രയിൽ നിങ്ങൾക്കൊരു കാസിൽ കാണിച്ചില്ലേ, ഇടയ്ക്ക് പ്രിൻസ് വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, വരുമ്പം കൊടി പൊന്തിക്കും താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ്, അതുപോലത്തെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ വേറെ തന്നെ ഒരു രാജാവും ഭരണരീതിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. വേറെ കൊടി ഒക്കെ ഇവർക്കുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, ഇതാണ് ഇതിൻ്റെ എംബ്ലം. മെമ്മോറിയൽ പുനഃ ലാസ്റ്റ് എന്തോ സ്പെല്ലിങ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഫുള്ളായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. കൊടികളിതാ. ഇതിൽ ഇവർ 4 രാജ്യത്തിൻ്റെ കൊടിയാണ്, എന്തൊക്കെ ഉണ്ട്. എന്തായാലും അതൊന്ന് ബ്രിട്ടൻ്റെതാണ്, UK ആണ്, അടുത്തത് സ്കോട്ട്ലാൻഡിൻ്റെ ആണ്. ഈ കൊടികളെ പറ്റി ഇനി പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു വെയിൽസും ഇതിൻ്റെ ആണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും ഇത്രയൊക്കെ നമുക്ക് അറിയുള്ളൂ, ബാക്കി നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഈ ആ കാലഘട്ടത്തിൽ ഇതുണ്ട് എന്നുള്ളതൊരു വലിയ സംഭവം തന്നെയല്ലേ. എന്താ പറയുക, നമ്മൾ ഇതൊരു ഹിസ്റ്ററി കേട്ടോ. ഈ ഹിസ്റ്ററി നിങ്ങൾ വായിച്ചോളി. ഇവിടെ ആയതുകൊണ്ട് ഇംഗ്ലീഷിലായിരിക്കും, വേറെ എവിടെ നിന്ന് നമ്മൾ
ഗ്രീക്കിലൊക്കെയാണ് നമ്മൾ റൊമാനിയ എന്ന് വായിച്ചല്ലേ. ഇവിടെ അതൊന്നുമില്ല ഭാഗ്യത്തിന്. ഇവിടെയൊക്കെ ഇംഗ്ലീഷ് കേട്ടോ, നമുക്ക് വായിക്കാൻ പറ്റും. 1815 കേട്ടോ കാലഘട്ടം. ആ കാലഘട്ടത്തിലെ എൻജിനീയർമാർ റോയൽ നോർത്ത് ബ്രിട്ടീഷ് ഡ്രാഗൂൺസ് ഓക്കെ എൻസൈൻ അവാർഡ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വിശദമായിട്ട് കിട്ടും കേട്ടോ. ഇയാളാണ് നമ്മൾ വിൻസ്റ്റൺ ചർച്ചിലിട്ടല്ലേ ഇയാൾ. ഈ ഫോട്ടോ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഇവിടെ ഒന്ന്, നമ്മളെ നാട്ടിലോ എവിടെ ഒന്ന്. ബ്രിട്ടീഷ് ആർമി ഓക്കെ, ഫീൽഡ് മാർഷൽ ഹിസ് റോയൽ ഫ്രീഡറിക് ഡൂക്ക്, ഇദ്ദേഹമാണ് കേട്ടോ ആള്. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും രസമുള്ള കാഴ്ച കിടക്കുന്നത് ഇതാണ് കേട്ടോ. എന്താല്ലേ, പക്ഷേ ഇതേപോലത്തെ സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇവരുണ്ടാക്കിയത് പല സ്ഥലങ്ങളിലും റയറായിട്ട് നിങ്ങൾക്ക് കടൽ കാഴ്ചകൾ ഇടോ. ഇത് കടലിൻ്റെ ഭാഗമാണ്, ഇത് പോർട്ടാണ്. സ്കോട്ട്ലാൻഡിലും പോർട്ടുണ്ടല്ലേ, അടിപൊളി. അപ്പം ഇത് ഒരു കരിമ്പാറ എന്ന് നമ്മൾ പറയില്ലേ, അതേപോലത്തെ പാറയിൽ നമ്മളെ നാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ പലതും ഇടിഞ്ഞു പൊളിഞ്ഞു പോയതുണ്ട്, അല്ലാത്തതുണ്ട്. അങ്ങനത്തതൊക്കെ തന്നെ നിങ്ങൾ ഇതുപോലത്തെ നിർമ്മിതികൾ പലതും നമ്മൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സംഭവം ഇവർ കുറച്ച് കാലം കൂടി നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി വെക്കായിരുന്നു. 1900 സംഭവിച്ചൊരു സംഗതി കേട്ടോ അത്. ഇൻപുട്ട് ലെഗസീസ് 1900 സ്കോട്ടിഷ് ഹോയ്സ്. ഇവർക്ക് സ്കോട്ടിഷ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ താല്പര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ പഴയ കാലം മുതലേ. കാരണം ഇവരും അവരും തമ്മിൽ അഗ്രസീവിൽ വ്യത്യാസം. ഇവർ ഭയങ്കര അഗ്രസീവാണ് സ്കോട്ടിഷ് ആൾക്കാർ. അപ്പോൾ ഇവർ എപ്പോഴും ഇവരെ ഇഷ്യൂസ് വരുന്ന സമയങ്ങളിൽ പണ്ടത്തെ ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾക്കറിയാം, സ്കോട്ടിഷ് ആൾക്കാർ ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറിയ ചരിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവർക്ക് തമ്മമ്മൽ തന്നെ കേട്ടോ. നമുക്കെല്ലാവരും ഇംഗ്ലീഷുകാരും വെള്ളക്കാരുമാണ്, പക്ഷേ ഇവരിൽ തന്നെ ഇവർക്ക് കുറേ വ്യത്യാസങ്ങളും കുറേ അഭിപ്രായ വ്യത്യാസങ്ങളും രീതികളും ജീവിത രീതിയും കാഴ്ചപ്പാടും ഒക്കെ ഡിഫറെൻ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ കാസലിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞു, നേരെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്കോട്ടിഷിൻ്റെ ഒരു കൊടി മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ. UK കൊടി ഇവിടെ ഇല്ല. ഇവരെപ്പോഴും ഇവരെ പാരമ്പര്യം പിടിച്ചു നിർത്തുന്ന ആൾക്കാരാണ്. പല പ്രാവശ്യവും ഞാൻ പറഞ്ഞതുപോലെ ഇതിനോട് ഈ ഫൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഇവരെ മൈൻഡിൽ. ഇവർക്ക് വേറെ തന്നെ കിട്ടണം എന്നുള്ളതും നമ്മളെ ലണ്ടൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്നുള്ളതുമാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന രീതി. ഇവിടെ നമ്മളെ ഇന്ത്യക്കാർ നമ്മളെ ലണ്ടനിലുള്ള അത്ര ഒന്നുമില്ല കേട്ടോ, കുറച്ച് കുറവാണ്. കുറച്ച് കുറവല്ല, നല്ല വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല ലൈഫ് സ്റ്റൈലുകളൊക്കെ തന്നെ ലണ്ടനെ പോലെ കുറച്ചുകൂടിയും എന്താ പറയുക കുറച്ചുകൂടിയും ബ്രിട്ടീഷ് നാച്ചുറലായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ സാന്റപ്പൻ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സാന്റപ്പൻ ഇതാ ഇതിൻ്റെ യഥാർത്ഥ ഒരു കാഴ്ച ഞാൻ കാണിക്കട്ടെ. ഇങ്ങനെ കാണിച്ച് എൻ്റെ ഫോണും എൻ്റെ കൈയും പൊന്തി ഇനി അങ്ങോട്ട് പൊന്താനില്ല. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ നിർമ്മിതിയാണ്, ചർച്ചാട്ടോ. അതാ മുകളിൽ അതിൻ്റെ ഇത് കാണുന്ന വലിയൊരു ചർച്ച്. ആ കാലഘട്ടത്തിൽ ഇത്ര ആത്മാർത്ഥമായിട്ടുണ്ടാക്കിയൊരു ചർച്ചാണ് കേട്ടോ. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതൊരു രാജ്യമായിരുന്നു തന്നെ കേട്ടോ. കണ്ടോ, സ്കോട്ട്ലാൻഡിൻ്റെ മാത്രം കൊടി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പാർലമെൻറ്റിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ എനിക്ക് സംശയം UKൻ്റേത് ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. സംഭവം പറഞ്ഞത് ശരിയാണോ എന്ന് പക്ഷേ എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. എന്നാലും നമ്മളിവിടെ കാണുന്ന കാഴ്ചയിൽ പല സ്ഥലത്തും സ്കോട്ട്ലാൻഡിൻ്റെ മാത്രം കൊടികളുള്ള സ്ഥലങ്ങളും നമ്മളിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പള്ളിയല്ല കേട്ടോ, ശരിക്കും ചർച്ചല്ല. ഇതെനിക്ക് തോന്നുന്നു ഇയാൾ ഈ ഭരണാധികാരിൻ്റെ കാലത്തുള്ള, പക്ഷെ ഒരു ചർച്ച് ലുക്കിലാണല്ലോ ഫ്രണ്ട് കാണുന്നത്. ഫ്രണ്ടിലേക്ക് നമുക്കുള്ള കാഴ്ചകൾ ഒരു ചർച്ച് ലുക്കിലാട്ടോ കാണുന്നത്. അവിടെ സ്കോട്ട്ലാൻഡിൻ്റെയും UKൻ്റെയും കൂടി കൂടിയുള്ള ഒരു ഭാഗം കാണുന്നുണ്ട് കേട്ടോ. എന്താ ഭംഗിയില്ലേ ഒരു സുഹൃത്തുക്കളെ, ആരും വിഷമിക്കേണ്ട കേട്ടോ. ഇവിടെ വന്നാൽ ഇതാ സാധനങ്ങൾ ഇവിടെ ഉണ്ട്, കണ്ടില്ല നിങ്ങൾ? അതാ. ഇനി അതില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരാനൊക്കെ. അതെ, അതൊക്കെ കാണിച്ചു തരും നിങ്ങൾക്ക്. ഞാൻ കഴിക്കൂല എന്നുള്ളൂ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഉണ്ടാക്കിയേ കഴിക്കുള്ളൂ. നമ്മൾ സോറി, ഞാനേ ഒരു
പൗണ്ട് 2 പൗണ്ട് ഇതാണ് കേട്ടോ എൻ്റെ ഫുഡിന്റെ കണക്ക്. അപ്പൊ ഞാനത് കൂടിയാൽ 5 പൗണ്ട് അതിന് കൂടുതൽ നോക്കണ്ടേ, മനസ്സിലായില്ലേ? കാരണം നമ്മൾ ഈ ഇന്ത്യൻ കിച്ചൺ ആ കിച്ചൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ ആദ്യം ഒരു 10-20 പൗണ്ട് കയ്യിൽ വെച്ചിട്ട് കയറേണ്ടി വരും. നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അതിനെക്കാട്ടി അടിപൊളി സാധനം വാങ്ങി ഇതേപോലത്തെ ഹോസ്റ്റലിൽ കിച്ചൺ ഞങ്ങൾക്ക് കാണിച്ചു തരാന്ന്. ഇന്ന് നമ്മള് വെലസും സ്റ്റാൻഡപ്പിനും ഞാനൊന്നും ഒരു വെലസിലുണ്ട്, വെലസാണ് കിച്ചണിൽ കേട്ടോ. നമ്മളെന്തോ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതാട്ടോ. ചാരിറ്റി ഷോപ്പാ? അത് ശരി. അതായത് ചാരിറ്റിക്ക് വേണ്ടി നടത്തുന്ന ഡ്രസ്സുകൾ. ഓ യൂസ്ഡ് അല്ലേ? ഓ അങ്ങനെ ഒരു സംഭവം. ഇത് നമ്മുടെ നാട്ടിലും നമുക്ക് ഇതാക്കാവുന്ന കാര്യമാണല്ലോ അല്ലേ? ഒരു ഷോപ്പ് തുറന്നു വെച്ചിട്ട് ഉപകാരപ്പെടും. അതെ അതെ അതെ, ആ പൈസ എടുത്ത് ചാരിറ്റിക്കും കൊടുക്കല്ലേ? വാവ്, ഒരു നല്ല കോൺസെപ്റ്റാട്ടത്. ഇത് നമ്മൾ ചൈനയിലൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനത്തെ കോൺസെപ്റ്റ്, അറിയില്ല. അതെ അതെ അതെ, ഇതിട്ട് നോക്കി നമുക്ക് പറ്റിയതാണേ നമുക്ക് എടുക്കാം അല്ലേ? നല്ല അടിപൊളി കോൺസെപ്റ്റ് ആട്ടോ. ഈ കുടയൊക്കെ പുതിയതാണല്ലോ, ഇത് പുതിയതാട്ടോ. ഓക്കെ ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായത്. നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ ഫ്രീ ആക്കി കൊടുക്കും. അത് നമ്മളൊരു ഷോപ്പ് ഇട്ടിട്ട് നമ്മളതിനെ സെയിൽ ചെയ്യുക, കിട്ടുന്നത് ചാരിറ്റീൻ്റെ സംഗതിയായിട്ട് നമ്മൾ കൊടുക്കും അവർക്ക് കേട്ടോ. ഇവിടെ ആ ബോർഡ് കണ്ടു നിങ്ങൾ, ഇത് ചാരിറ്റി ഫോർ പെറ്റ്സ് ഇൻ നീഡ്. അത് ഈ സർവീസിൻ്റെ കേട്ടോ, എഡിൻബർഗിൽ. അങ്ങനെ ഞാനും ട്രാവലിസ്റ്റ് സ്റ്റാൻഡപ്പിനും ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. നമുക്ക് ഇന്നേക്ക് വേണ്ടി അതിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പോക്കിലാട്ടോ. എന്തായിട്ട് വാങ്ങും നമ്മൾ? നോക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുക കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പോകുന്നതാ. വലിയൊരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇന്ന് അടിച്ച് പൊളിക്കും മക്കളെ. നമ്മളെ ബഡ്ജറ്റ് ചിലവിലൊന്നും നിൽക്കാൻ സാധ്യത കാണുന്നില്ല. മൂപ്പരാൾ ഫുള്ള് സെറ്റപ്പിലാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഏതായാലും ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി സെറ്റപ്പാണ് സൂപ്പർ മാർക്കറ്റ്. നല്ല തിരക്കാട്ടോ. അങ്ങനെ നമ്മളെ ചെക്കൻ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹലോ, മലയാളിയാ? ഹലോ അല്ല. അങ്ങനെ ചെക്കന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മളെ. എന്താ ചെയ്യാനുള്ളത്? യെസ്, അത് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും കിട്ടുന്ന പറഞ്ഞു. അത് തിരിച്ചാൽ മതി. അങ്ങോട്ട് തിരിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിക്കുക. അങ്ങനെ ഇതാട്ടോ, ഭയങ്കര രസമുള്ള പരിപാടി കേട്ടോ. കുക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു കിച്ചൺ കേട്ടോ. 2 സൗകര്യമായിട്ട് കുക്കിങ്ങൊക്കെ. ഇവിടെ ഒരു കുക്കിംഗ് റേഞ്ച്, അവിടെ 1, അവിടെ 2 എണ്ണം, അങ്ങനെ ഫുള്ള് സെറ്റപ്പ് ആട്ടോ. ഇതൊരു പ്രിപ്പറേഷനാണ് കേട്ടോ. ഇതൊരു പിസ്സ പോലത്തെ ഒരു പ്രിപ്പറേഷനാണ്. ഇത് നമ്മൾ ചെറിയ തക്കാളി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉള്ളി ഒക്കെ ഇട്ടിട്ടുള്ള ഓരോന്നും വെറൈറ്റി കുക്കിംഗ് ആണ് നടക്കുന്നത്. കിച്ചണിലാണ് ഇപ്പോൾ നമ്മളുണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ അതാ ഇവരെ ഫുള്ള് ഇവരുടേതായ രീതിയിലുള്ള ഫുഡാണ് വരും, സ്പാനിഷ് സ്റ്റൈലുള്ള. നമ്മളെ കുക്കിംഗ് നടക്കുന്നത് മിസ്റ്റർ സാൻഡപ്പൻ. This is rice. This is from this country? Korea. Okay. കൊറിയാണ് ഇത്. നമ്മൾ ഇറിയാണ്. സാൻഡപ്പൻ്റെ ഫ്രൈ കേട്ടോ. സാൻഡപ്പന് ഫ്രൈ അടിക്കാണ് കേട്ടോ. ഇതൊക്കെ ചിക്കനാണ്. ഒരു 1.70. അതിൻ്റെ വില എത്രയായിരുന്നു? 3.70 വില ഉണ്ട് കേട്ടോ. ഇയാൾ വന്നതോടുകൂടി നമ്മൾ റിച്ചായി. നമ്മളെ വയറ് 1-2 ഒന്നും ഇയാൾക്ക് കളിയില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൗത്ത് അമേരിക്കക്കാരട്ടോ. ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ സൗത്ത് അമേരിക്ക എന്ന് പറയുന്നത്. അവരൊരു രീതി, ഭക്ഷണം എല്ലാം ഡിഫറെന്റ്. കണ്ടില്ല നിങ്ങളത്? ഈ കാഴ്ചകൾ, അവരുടെ ഫ്ലാഗ്, അവരുടെ രീതി, ഈ കാണിക്കുന്ന അവരുടെ മെനു, ഈ സിസ്റ്റങ്ങളാട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ കൂടെ നമുക്ക് ഭക്ഷണം വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കിച്ചണിൽ നമ്മൾ ആസ്വദിക്കുന്ന ഏറ്റവും വലിയ എൻജോയ്മെന്റ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഹോളിവുഡ് സ്റ്റൈലിൽ ഒരു കോഫിയൊക്കെ കുടിച്ച് ഫോർട്ടൊക്കെ നോക്കി ഒരു നായകനെ പോലെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ. ഇവിടുത്തെ ട്രാം അടിപൊളിയാട്ടോ. അതൊക്കെ അടിപൊളി, എല്ലാം അടിപൊളിയാണ്. പക്ഷെ ട്രാമിന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് സെറ്റപ്പാണ്. എല്ലാം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ
സ്റ്റാൻഡേർഡിനെ ഒന്നും പറയാനില്ല. ഒരു പർട്ടിക്കുലർ സിസ്റ്റമാണ് ഇവർക്ക്. നമ്മൾ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ട ആ ഒരു സിസ്റ്റം ഒന്നുമല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എഡിഷൻ ഏതാണോ ആ സിസ്റ്റം. എന്തത് കത്രീഡൽ, കാസിൽ കത്രീഡൽ. നമ്മൾ ഇതുവരെ യൂറോപ്പിലൊക്കെ കണ്ടതിനെ കടത്തി വെട്ടിട്ടോ. അജാതി വർക്കാ, ഒരു രക്ഷയില്ല. എന്തോ ഒരു മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. കണ്ടില്ല, ഇവിടെയൊക്കെ പ്രാർത്ഥനേൻ്റെ സ്ഥലങ്ങൾ ഭയങ്കര സെറ്റപ്പാട്ടോ. അതിവിടെ മിമ്പർ ഫുള്ള് എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ നിങ്ങൾ? എന്താല്ലേ നോക്കി നിങ്ങൾ. ആ കരിങ്കല്ലിൻ്റെ ഇതിൻ്റെ മുകളിൽ കറക്റ്റ് മതിൽ കെട്ടി നിയന്ത്രിച്ച് ചെയ്തത് അത് പൊട്ടി, അതായത് വിണ്ട് വരലൊക്കെ വരില്ലേ ശരിക്കും? എനിക്ക് സംശയമുണ്ട്. ഇവിടെ കണ്ടില്ല നിങ്ങൾ, ആൾക്കാർ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ ഒരു വക, ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ, വീഡിയോ എടുക്കുന്ന ആൾക്കാർ, ഓരോരുത്തർ ഓരോ ടൈപ്പിൽ ഇവിടെ. അതായത് ലോകത്തിലെ ഒരു സ്പെഷ്യൽ സംഗതിയാണല്ലോ, ഇതുപോലെ ഒന്നും വേറെ സ്ഥലത്ത് ഉണ്ടാവില്ലല്ലോ എന്തായാലും. അതുകൊണ്ടായിരിക്കും. നോക്കി നിങ്ങൾ എത്ര ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളത്. ഹായ്, എത്രയോ ആൾക്കാർ, യാത്രക്കാരും അല്ലാത്തവരും പല ടൈപ്പ് ആൾക്കാരും കേട്ടോ. വാഹനം വരുന്നുണ്ടോ അവിടെ? അത് ജോലിക്കാർ തന്നെ. എന്താടില്ലേ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ. എത്ര വർഷമല്ലേ, 1000 വർഷത്തോളം പഴക്കമായത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതി കണ്ടങ്ങൾ. എന്താണ് അതിശയങ്ങൾ എന്നാ പറയുക ഞാൻ നിങ്ങളോട്. അങ്ങനെ നമ്മൾ ആ കാസിലിൻ്റെ അടുത്താട്ടോ, നമ്മളെ ഹോസ്റ്റലിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഫോട്ടോ പോസിങ് ആണ് കേട്ടോ. അത്രയും നല്ല ഫ്രെയിമാണല്ലോ ബാക്കിലുള്ളത്. നല്ല ഫോട്ടോ പോസിങ് ആണ്. അധികവും ചൈനക്കാർ, ജപ്പാനികൾ, കൊറിയക്കാർ, അങ്ങനെ വേണ്ട എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ. സംഭവം കണ്ടോ, തലയോട്ടി. അങ്ങനെ കുറേ രാജ്യക്കാർ, നമ്മൾ കാണാത്ത പല രാജ്യക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഇതിൻ്റെ മെയിൻ കോട്ടൻ്റെ അടുത്താട്ടോ നമ്മളെ ഹോസ്റ്റൽ. കണ്ടില്ലേ, ഹോസ്റ്റൽ റോക്ക് ഹോസ്റ്റൽ, കാസിലെ കാസിൽ റോക്ക് ഹോസ്റ്റൽ. സംഭവം തന്നെ അല്ലേ. ഇവിടെ കണ്ടില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് അടിപൊളി. ഇത് കണ്ട നിങ്ങൾ, കാസിൽ റോക്ക് ഹോസ്റ്റൽ, ബാക്ക് പക്കർ അക്കോമഡേഷൻ ഓഫ് ദ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ്, എൻക്വയർ അബൌട്ട് അവർ ഹോസ്റ്റൽ ഇൻ. ഇതൊക്കെ അടിപൊളി കേട്ടോ. ഇവർക്ക് ഭയങ്കര ഗ്രേഡുള്ള ഒരു ഹോസ്റ്റലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാർട്ടി പരിപാടി ഗെയിമുകളല്ലേ, എന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ജയിക്കുന്ന ആൾക്കാരത് അതിലിട്ട്. ഇത് ഞാൻ എവിടെ നോക്കണ്ട, ഇത് ഞാൻ പാരീസിൽ നിന്ന് കണ്ടതാ. എന്നിട്ട് അതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബിയറും ഉണ്ടാവും, പിന്നെ വേറെ എന്തൊക്കെ സംഗതികളൊക്കെ. അങ്ങനെ നമ്മൾ സാധാരണ ഗെയിം കളിക്കുന്ന പോലെ തന്നെ ഒരു പരിപാടികളാണ്. നമുക്ക് ഫുഡ് വെക്കാൻ പോലെ നമുക്ക് കുക്ക് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കട്ടിങ് നടക്കിട്ടും തക്കാളി ഇതുണ്ട്. ക്യാരറ്റ് എവിടെ നമ്മള്, ക്യാരറ്റ് അവിടെ ഉണ്ട്, തക്കാളി എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഇത് നമ്മളെ ചിക്കനാട്ടോ. ഇത് നമ്മളെ ചിക്കനാണ്. ഈ ചിക്കനാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി കറി ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് കാണിക്കാം. പാത്രം വെച്ചിട്ടുണ്ട്, അതെ. പിന്നെ നമ്മൾ ഫ്രൈ വരാനുണ്ട്, പല ഐറ്റം ഉണ്ട് കേട്ടോ. എന്തായാലും മൊത്തം ഐറ്റങ്ങളൊക്കെ കാണിക്കും. ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കുന്ന ഐറ്റങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസാണ് ഇവിടെ എല്ലാവരും ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ നായാട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. ഒരു സൈഡിൽ പാർട്ടി, ഒരു സൈഡിൽ മ്യൂസിക്, ഒരു സൈഡിൽ ഫുഡ്, അങ്ങനെ എല്ലാ സാധനങ്ങളും നടക്കാം കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെ. അല്ല, ജീവിതം നമുക്കൊരു മടുപ്പ് തോന്നൂലല്ലോ. കാരണം നമ്മളിപ്പം നടന്ന് ക്ഷീണിച്ചൊക്കെ വന്നില്ലേ. പക്ഷെ ഇവിടെ വന്ന് ഫുഡിലേക്കും കൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. നാളെ രാവിലെ വീണ്ടും പോവും, വീണ്ടും ഫുഡ്, വീണ്ടും പോവും, വീണ്ടും ഫുഡ്, വീണ്ടും പോവും, വീണ്ടും ഫുഡ്. ഇതെന്നെ പണി. അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടില്ല, തുടങ്ങിയിട്ടുള്ള പരിപാടി. ഒരു ടൈപ്പുള്ള ചിക്കനൊക്കെ എനിക്ക് തരുന്നത്. എന്തായാലും മസാല ഇട്ടുണ്ട്. അല്ല, വേറൊരു കാര്യം, ഇത് നല്ല കറി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രൈയോ? ചിക്കൻ തിന്ന് മരിക്കുമല്ലോ, അതിനകത്തുണ്ടല്ലോ. വേണ്ട വേണ്ട, അതൊക്കെ ചിക്കൻ തിന്ന തടിയാട്ടോ. 100 എത്ര വെയിറ്റ്? ഞാൻ ഏതായാലും പറയുന്നില്ല, ഒന്ന് ചെരിഞ്ഞിക്ക്. ഇതാട്ടോ കഥ.
ഇതാണ് ആണൊക്കെ. ഇതാണ്ടോ ചീരൊക്കെ ഇട്ടുണ്ടോ നിങ്ങള്? ചീരൊക്കെ ഇട്ട് ഇത് ഏത് ചീര? എനിക്ക് ഈ ചീരയുടെ പേര് മനസ്സിലായില്ലല്ലോ. ചീര ചിക്കൻ, ആഫ്രിക്കൻ ചിക്കൻ. ആ എന്താണ് ആഫ്രിക്കൻ ചിക്കൻ കറി നമ്മൾ വയ്ക്കുന്നത്. നമ്മൾ നേരെ ഈ ഒന്ന് കൂടി വയ്ക്കണം. ഇവന് ആഫ്രിക്കയിൽ പോയിട്ട് കറുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഫുൾ ആഫ്രിക്കൻ കേട്ടോ, ഫുൾ ആഫ്രിക്കൻ. നമ്മൾ എന്താ വിചാരിക്കാന്നറിയോ? ഇത് കണ്ടില്ല നിങ്ങൾ ആൾക്കാർ വരുന്നത്? നമ്മൾ എന്താ വിചാരിക്കാന്നറിയോ? ഇവിടെ നമ്മൾക്ക് ഒരു ഓപ്ഷനും ഇല്ല എന്നാണ്. സ്വാതന്ത്ര്യം വരെ എപ്പോൾ തന്നോ അന്ന് മുതൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ആ ഇവിടെയും നമുക്ക് സ്വാതന്ത്ര്യം തന്നിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവര് എന്ത് തോന്നിയാസം കളിക്കും. നമ്മളത് ആഘോഷ പരിപാടികളാണ്. നമ്മള് നല്ല ഫുഡ് ഉണ്ടാക്കി നല്ല ചപ്പാത്തിയും ബർഗറും ബർഗർ ബണ്ണും ചീര ചിക്കൻ ഒരു മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഈ ചീര ചിക്കൻ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയിൽ ഞാനൊന്ന് വെറുതെ ഈ തണുപ്പത്ത് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിയതാട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫോർട്ടിന്റെ ആ ലൈറ്റിംഗ് ഭംഗി കണ്ടിട്ട് നിങ്ങളെ കാണിക്കാതെക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് എടുക്കുക കേട്ടോ. ഈ തണുപ്പത്തും ഞാൻ നിങ്ങളൊന്ന് കാണിക്കണം ഈ ലൈറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുഹൃത്തുക്കളെ, സ്കോട്ട്ലാൻഡിന്റെ നമ്മളെ ഈ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ഒരു പ്രധാന വീഡിയോയുമായി നാളെ രാവിലെ നമുക്ക് കാണാം. ബൈ.